Hello friends, welcome back to our channel Mums Daily. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ്. ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് ആണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണിത്. നമ്മൾ ഇതിനകത്തുനിന്ന് പുറത്തുനിന്ന് മേടിച്ച മസാലകളൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മസാലകളൊക്കെ വെച്ചിട്ട് നല്ലൊരു സൂപ്പർ ചിക്കൻ റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ എൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ചിക്കൻ റോസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 15-30 മിനിറ്റോളം മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ആ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് നമുക്ക് തയ്യാറാക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്. കശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് എന്ത് സാധാ മുളക് പൊടിയാണെങ്കിലും എടുക്കാം. പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ. പിന്നെ ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന്, നിങ്ങൾ എത്ര ചിക്കനാണ് എടുക്കുന്നത് അത്രയും ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കണം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഈ മസാല നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ മസാലകളെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുക്കുന്നത്. ഈ 2 ടേബിൾ സ്പൂൺ തൈരിലാണ് ഞാൻ നല്ലതുപോലെ ഒന്ന് ഈ മസാലയെല്ലാം മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ഈ തൈരെല്ലാം നമ്മൾ തൈര് ഒഴിച്ച് മിക്സ് ചെയ്തെന്നാലും അത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇപ്പം എനിക്കിവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി വന്നിട്ടില്ല. നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടും ഞാനപ്പോൾ അതേ ഇവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആ ഒരു മിക്സ് ചെയ്യാനുള്ള ഒരു മസാല പരുവത്തിനങ്ങ് ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മസാല നമ്മുടെ ചിക്കനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ചിക്കനിൽ എപ്പോഴും എന്നാ പറയുക, നല്ലതുപോലെ വരയാൻ നോക്കുക കേട്ടോ. എത്രത്തോളം നമ്മൾ വരയുമ്പം ആ മസാലയൊക്കെ തേച്ച് നല്ലതുപോലെ അങ്ങ് പിടിച്ചോളും മസാല. അപ്പോൾ അതുകൊണ്ട് ഈ ചിക്കൻ എപ്പോഴും നല്ലതുപോലെ ഒന്ന് കത്തിയൊക്കെ വെച്ചിട്ട് വളരെ സൂക്ഷിച്ച് കൈക്ക് വേറെ കുഴപ്പമൊന്നും വരുത്താതെ നല്ലതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ മസാല പുരട്ടി ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. മസാലയെല്ലാം നല്ലതുപോലെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഓയിലല്ലേ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിരുമ്മി ഇതുപോലെ ഒരു ക്ലിഞ്ച് ഫിലിമോ അല്ലെ ഫോയിൽ പേപ്പറോ അല്ലെ ജസ്റ്റ് ഒരു സാധാ ഒന്ന് മൂടി വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഒരു 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് മൂടി വയ്ക്കുക, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതിൽ ഒന്ന് പിടിക്കട്ടെ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ ചെയ്യാം, അല്ലെങ്കിൽ 15 മിനിറ്റ് കേട്ടോ. അപ്പം നമുക്ക് ഒരു 30 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇവിടെ 30 മിനിറ്റ് കഴിഞ്ഞു. 30 മിനിറ്റ് അല്ല, ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ടാവും. ഞാൻ അത് 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇനി വറുത്തെടുക്കാൻ പോവാണ്. അതാണ് ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്തത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിനകത്തോട്ട് നമ്മുടെ ചിക്കൻ എത്രയാണോ അത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ ഒഴിക്കുകയാണ്. എപ്പോഴും വെളിച്ചെണ്ണ എടുക്കാൻ നോക്കുക. കാരണം ഇതൊക്കെ നാടൻ ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയുന്നത് നാടൻ ഭക്ഷണത്തിൽ നാടൻ റെസിപ്പിയിലൊക്കെ വരുന്നതായതുകൊണ്ട് എപ്പോഴും ഒരു എന്താ പറയുക നാടൻ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ എടുക്കാൻ നോക്കുക. ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ അടുത്തത് ചേർക്കാൻ പോകുന്നത് കുറച്ച് മുഴുവൻ കുരുമുളക്, മുഴുവൻ തന്നെ വേണേ, മുഴുവൻ കുരുമുളക് ഇതിനകത്തോട്ട് ചേർക്കുവാണ്. അതിനോടൊപ്പം തന്നെ ഇച്ചിരി വേപ്പില കീറിയതും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ വറുക്കുന്ന എന്ത് മീനായാലോ അത് ഇറച്ചിയായാലോ അത് നമ്മൾ വറുക്കുന്ന വെളിച്ചെണ്ണയിൽ ഇച്ചിരി മുഴുവൻ കുരുമുളകും ഇച്ചിരി വേപ്പിലും കൂടെ ചേർത്ത് നമ്മൾ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വറുക്കുന്നത് അത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഈ കുരുമുളകിൻ്റെയും ഈ വേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ ഇതിനകത്തോട്ട് ഈ ഇറച്ചിക്കും മീനകത്തോട്ടൊക്കെ കയറി നല്ല ഫ്ലേവർ കൊടുക്കും. നല്ലൊരു നാടൻ ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. അത് ഈ മീനാണേലും ശരി, ചിക്കൻ ആണേലും കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഓരോന്നിട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്, നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതൊന്ന് മാറ്റി അടുത്ത സെറ്റും കൂടെ ഇങ്ങോട്ട് വറുത്തെടുക്കുക കേട്ടോ.
അപ്പം ഇനി ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ചിക്കൻ എല്ലാം ഇവിടെ വറുത്തു. ഇനി അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇനി സവോള എല്ലാം വഴറ്റാൻ പോകുന്നത്. എന്നാൽ മാത്രമേ ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് കുറച്ച് ഹോൾ സ്പൈസസ് ഇടുവാണ്. ഒരു പട്ട എടുത്തിട്ടുണ്ട്, ഒരു സ്റ്റാർ അനൈസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പൂ, 4 ഏലക്ക. അപ്പം ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഈ എണ്ണയിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അപ്പം ഇതൊന്ന് മൂത്ത് വരുമ്പം ഞാൻ അടുത്തത് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. ഇത് രണ്ടുമാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് കീറി വെച്ചിട്ടുള്ള പച്ചമുളകാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു ചെറിയ തീയിൽ വെച്ചാൽ മതിയാവേ. ഒത്തിരി അങ്ങ് മീഡിയത്തിൽ വെക്കേണ്ട കാര്യമില്ല, ചെറിയ തീയിൽ വെച്ചാൽ മതിയാവും. ഓൾറെഡി എണ്ണയ്ക്ക് നല്ല ചൂടൊക്കെ ഉള്ളതല്ലേ. ഇനി അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇച്ചിരി വേപ്പിലയാണ്. അപ്പോൾ ഇവിടെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കുകയാണ്. ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ്ഡ് സവോളയാണ് ഞാൻ നീളത്തിലരിഞ്ഞ സവോള ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു എന്നാ പറയുക, ഒരു ഗോൾഡിഷ് കളർ ആവുന്നത് വരെ നല്ലതുപോലെ സവോള ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പിട്ട് ചേർത്ത് വഴറ്റുമ്പോൾ പെട്ടെന്ന് ആവുന്ന പറയുക, പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഞാനതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാവേ. അപ്പം ദാ സവോള ഇവിടെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രേവിക്കൊക്കെ വേണ്ടുന്ന ഒരു പരുവം ഇതാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഗരം മസാലപ്പൊടി ചേർക്കുകയാണ്. ഒരു ടേബിൾ സ്പൂണോളം വരുന്ന ഗരം മസാല പൗഡറും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ മസാല റെഡിയാണ്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു തക്കാളി, ഞാൻ ക്യൂബായിട്ട് അരിഞ്ഞ തക്കാളി, അതിപ്പോൾ എങ്ങനെ വേണേലും അരിയാം. ഞാനിവിടെ ചെറിയ ക്യൂബ് പോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. ആ ചിക്കൻ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ക്യൂബായിട്ടുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തോട്ട് ചേർത്ത് നമുക്ക് ചെറിയ തീയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല എല്ലാം ഇതിനകത്ത് പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ നല്ലതുപോലെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം ഞാനതൊന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. കാരണം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കല്ല, ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ. എന്നിട്ട് ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഒന്ന് തൂകിയിട്ടുണ്ട് പുറത്ത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മല്ലിയില ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമല്ല ചേർക്കണ്ടാവേ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അതോടുകൂടെ നമ്മുടെ ചിക്കൻ റോസ്റ്റ്, തനി നാടൻ ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. അപ്പം ഈ ഒരു ചിക്കൻ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ചെറുനാരങ്ങ, ഒരു കുഞ്ഞു പുളിയൊക്കെ വരുമ്പോഴത്തേക്കും. ഇത് ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മാത്രം മതി. പക്ഷേ നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ ചെറുനാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് ഇടുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റോസ്റ്റ്, നമ്മുടെ തനി നാടൻ ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. ഇതൊരു ന്യൂ ഇയർ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. വളരെ എളുപ്പമാണ്. വറുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ കുറച്ചൊരു സമയം എടുക്കുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ വരും. സോ അൺടിൽ ദെൻ ബൈ.